എന്റെ പ്രസവേ അത് വാട്ടർ ബർത്ത് ആയിരിക്കണം. ചേട്ടാ എന്തോ ഒരു പൂനാച്ചാന്ന് പറയേ. ഈ അകത്ത് കിടക്കുന്ന എന്ത് പുറത്തോട്ട് വന്നേച്ചല്ലേ വാട്ടർ ബോട്ടിൽ പെൻസിലൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നേ. അതല്ല, എനിക്ക് വെള്ളത്തിൽ പ്രസവിക്കണമെന്ന്. അയ്യോ, വെള്ളത്തിൽ പ്രസവിക്കുന്നത് തവളയല്ലയോ? അമ്മാമ്മേ, ഈ അമേരിക്കക്കാരൊക്കെ വെള്ളത്തിലാ പ്രസവിക്കുന്നേ. എന്റെ പൊന്നു മോനെ, അമേരിക്കക്കാര് കാണിക്കുന്ന പൂനാച്ചയൊക്കെ നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുവോ? കൂടത്തില്ല. അവിടുത്തെ കണക്ക് വല്ല വാങ്ങോടി ഇവിടെ. ഇവിടെ പ്രസവം അങ്ങോട്ട് കഴിഞ്ഞാൽ ഉടനെ വേദിടണം, ചൂടുവെള്ളം പിടിക്കണം, നടുവിന് കിഴി വെക്കണം. എടി അങ്ങനെയൊക്കെ അല്ലോടി മക്കളെ ഇവിടുത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോഴാ വല്ല യൂട്യൂബിൽ നോക്കി പ്രസവിച്ചാ മതിയായിരുന്നു. യൂട്യൂബ് നോക്കി പ്രസവിക്കുന്നതൊക്കെ നല്ലയാ. പക്ഷെ ഇടയ്ക്കെങ്ങാണ് നെറ്റ് തീർന്നു പോയാ എവളെ ഊപ്പാടും പദവും വരത്തില്ലയോ? എടി അതിനേക്കാളും സുഖമായിട്ട് അമ്മാമ ഈ പേരെടുത്ത് കയ്യിലോട്ട് തരും. അതല്ലേ മക്കളെ അമ്മാമ പറഞ്ഞേ. മോനെ, ഇത് കഴിയുമ്പം വേദനണമെങ്കിൽ ചന്ദനത്തിന്റെ തടി വേണം, ഈട്ടിയുടെ തടി വേണം, പറങ്കാവിന്റെ തടി വേണം, പ്ലാവിന്റെ തടി വേണം. അമ്മാമ്മയോട് തടിയെടുത്താൻ വന്നോ അതോ എന്റെ പ്രസവം എടുക്കാൻ വന്നോ? എടി കൊച്ചെ, ഇതൊക്കെ നിന്റെ ദേഹരക്ഷയ്ക്കുള്ള മരുന്നുകളാടി. ഓ അങ്ങനെ. ഇനി ഈ ദേഹരക്ഷയ്ക്ക് ഒരു മരുന്നും കൂടെ അമ്മാമ പറഞ്ഞു തരട്ടെ. പിന്നെന്തുവാ? എന്റെ പൊടിമോനുണ്ടല്ലോ നിന്റെ ഭർത്താവ്, അവൻ ഒരു പാസ്പോർട്ട് എടുത്ത് കൊടുക്കണം. എന്തിന്? അപ്പൊ വിദേശത്തോട്ട് കേറി പോത്തില്ലോടി. അടുത്ത പ്രസവത്തിൽ നിനക്ക് രക്ഷയായോ? അങ്ങനെ. അമ്മമ്മേ, ഞാൻ നേരത്തെ യൂട്യൂബിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? എന്റെ പ്രസവം വീഡിയോ എടുത്ത് എനിക്ക് യൂട്യൂബിലിട്ട് എനിക്ക് വൈറലായി പ്രസവിക്കണം. എടാ, ഇത് വയറ്റയിലായിട്ടല്ലോ എടാ പ്രസവിക്കുന്നത്. അങ്ങനല്ല മാമ, എനിക്ക് പ്രസവിച്ചിട്ട് വൈറലാവണം. എടാ, ഇത് വയറ്റയിലായിട്ടല്ലോ ഇങ്ങോട്ട് പ്രസവിക്കുന്നത്. അമ്മമ്മ അതല്ലെന്ന്, എനിക്ക് പ്രസവിച്ചിട്ട് വൈറലാവണം. എടി, അതാ അമ്മ പറഞ്ഞ. ഈ കൊച്ചിപ്പ എവിടെ ഇരിക്കുന്നു? എന്റെ വയറ്റില്. അത് അവിടെ തന്നെ ഇരിക്കട്ടെ. സമയം പോലെ അങ്ങനെ കൈ കഴിയുമ്പോ പിന്നെ ഞാൻ എടുത്തോളാം. എന്റെ മോനെ, ചുമ്മാ ഈ ഫോണ് യൂട്യൂബ് അതും ഇതൊക്കെ തോണ്ടിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് സംഗീതം കേൾക്കണം. ഈ സമയത്ത് ഗർഭിണികൾ സംഗീതം കേട്ടാ കുഞ്ഞുങ്ങൾ നല്ല സംഗീതവാസനായിട്ടുള്ളതായിട്ട് വളരും. ആയ കാലത്ത് അമ്മുമ്മ കോട്ടാത്തറ നാട്ടിലെ ഭയങ്കര ഒരു ഗായികയായിരുന്നു. അന്ന് എന്റെ കഥകളൊക്കെ കോട്ടാത്തറ നാട്ടിൽ പാട്ടായിരുന്നു. അല്ല, അമ്മുമ്മയുടെ പാട്ട് അവിടെ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പൊ നിന്റെ കൊച്ചിന് വേണ്ടി വേണമെങ്കിൽ അമ്മുമ്മ 2 വരി വെച്ചാലക്കാം. പിന്നെ ഞാനും കൂടാ. അമ്മാമ്മ കീച്ചട്ടോ, കേട്ട് പഠിച്ചോ. ദേവസഭാതലം രാഗിലമാക്കുവാൻ ചെറുമോട മോനെ സ്വാഗതം. ഗർഭം ഗർഭദിനങ്ങളെ സന്തോഷമാക്കുവാൻ ശിബുവിന്റെ മോനെ നന്ദി. നോ, ഇങ്ങനാണെങ്കിൽ ഗർഭസമയത്തു കുന്തളിക്കുന്ന പെണ്ണുങ്ങൾക്ക് അവസാനം ആശുപത്രി ചെന്നാൽ സിസേറിയൻ. എന്നെ കൊണ്ടങ്ങ് പറ്റത്തില്ല. എനിക്ക് ഒട്ടും പറ്റത്തില്ല. നീ തന്നെ ആശുപത്രി പോയി എടുത്തോണോ? അയ്യോ അയ്യോ, കാർത്തേനി വല്യമ്മ. എടാ, എന്നെ കണ്ടപ്പോ നീ ഓടാ നിക്കുന്നോടാ. എന്റെ ദൈവമേ, ഇവൻ എന്റെ പുറകെന്ന് മാറാത്ത ചെറുക്കനായിരുന്നു. ഇപ്പൊ പെണ്ണ് കെട്ടിയപ്പോ അങ്ങോട്ടങ്ങ് ഓടി അങ്ങ് പോ. നീട് വാങ്ങിയിട്ട് ഇവന്റെ പ്രസവം എടുത്തത് ഞാൻ അറിയാമോ? പ്രസവിച്ചെടുത്ത സമയത്ത് എന്റെ ദൈവമേ, ഇവന്റെ കാര്യം പറഞ്ഞ ദേഹം മൊത്തവും കരപ്പനായിരുന്നു. ഞാൻ നല്ല പെരുവണത്തിലെ വട്ടേലയൊക്കെ ഇട്ട് തേച്ച് ദാണ്ട നോക്കടി വൃത്തിയാക്കിയ ഇവനെ എടുത്ത് അറിയാമോ? അമ്മൂമ്മയെ കണ്ടിട്ട് കൊറേ നാളായല്ലോ. ഇപ്പൊ എന്ത് പറ്റി ഇങ്ങോട്ട് തള്ളിക്കറി വരാൻ? എടാ, ഞാൻ ഈ വിശേഷം അറിയുമ്പോ പേരെടുക്കാനല്ലേ വരാനൊക്കൂ. മക്കളെ, നിന്റെ കൈ കവറിനകത്ത് എന്ത് ഇവിടെ ഇരിക്കുന്നേ? അതമ്മൂമ്മ മസാല ദോശയാ. എന്നിട്ട് ഇവള് പറഞ്ഞല്ലോടാ അത് അൽഫാമാന്ന്. എടാ, അല്ലെങ്കിൽ ഈ കാർത്തിയായനി വയറ്റുഭാഗ്യമുള്ളവളാ. കാർത്തിയായനി എവിടെ ചിന്തിക്കുന്നു അവിടെ അൽഫാം. അതങ്ങനാ. അതിങ്ങോട്ട് തന്നാട്ടെ. ഞാൻ രാവിലെ തൊട്ടേ വയറ് കാഞ്ഞിരിക്കുന്നു. എടാ, നീ എന്തൊരു മനുഷ്യനാടാ. എടാ, ഈ വയറ്റോട്ടിരിക്കുന്ന പെങ്കൊച്ചിന് ഈ അതും ഇതൊക്കെ കുത്തി വെച്ച ചിക്കനാണോ വാങ്ങിച്ചോട്ട് കൊടുക്കുന്നേ? അതിന് വല്ല മാങ്ങയോ കണ്ണിമാങ്ങയോ പഴമോ ചക്ക എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. എടി, എനിക്ക് തന്നെ ഇനി എന്തോത്തിനെ പ്രസവിക്കാനും എടുക്കാനും ഒന്നും ഞാൻ പോകുന്നില്ലല്ലേ. ചേട്ടാ, എപ്പോഴാണ് അറിഞ്ഞോണ്ട് രാവിലെ വന്ന് വലിഞ്ഞേറിയതാ. ഇവരാരാ ഇവര്? എടി, നീ ഒന്ന് സമ്മാനപ്പെടും, പതുക്കെ പറ. അവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വകയിലെ അമ്മുമ്മയാ. ഇവരെ കുറിച്ച് നിനക്ക് അറിയാത്തോണ്ടാ. ഇവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും പ്രസവം എടുത്തേക്കുന്നത് ഈ അമ്മുമ്മയാ. എന്തായാലും ശരി, എന്റെ പ്രസവം എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് ആശുപത്രി പ്രസവിച്ചാൽ മതി. എടി, അമ്മുമ്മയുടെ കാര്യം നിനക്കറിയോ? അമ്മുമ്മ പ്രസവിച്ചവരൊക്കെ ഒരുപാട് വലിയ നിലയിലുള്ളവരാ. കളക്ടർ, ഡോക്ടർ, വക്കീല്, ജഡ്ജി. അപ്പൊ നിങ്ങളോ? എടി, കൊലയൊക്കെ ആവുമ്പോ എല്ലാം ഒന്നുപോലെ ആവണമെന്നില്ലല്ലോ. ഏതെങ്കിലും ഒന്ന് പേട്ടൊക്കെ കാണും.